ധർമ്മസ്ഥലയിൽ വീണ്ടും വൻ ട്വിസ്റ്റ്. ബംഗ്ലാഗുഡയിൽ SIT നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു. കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധു വിക്ടർ ഗൌഡ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് കുഴിച്ച് പരിശോധന നടത്തിയതിനാലാണ് ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. പ്രദേശത്ത് വിശദമായ പരിശോധന നടത്താനാണ് നീക്കം. ഇതിനിടെ ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട് യൂട്യൂബറും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ മനാഫ് SITക്ക് മുന്നിൽ ഹാജരായി. ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അന്വേഷണത്തിന് സഹായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് മനാഫിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഈ കേസ് അട്ടിമറിക്കപ്പെടുകയാണോ എന്ന് പോലും സംശയിച്ചു. ഈ സാക്ഷിയായിട്ടുള്ള പരാതിക്കാരനായിട്ടുള്ള മുൻ ശുചീകരണ തൊഴിലാളിയെ പ്രതി ചേർക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതിനിടെയാണ് കേസിൽ വീണ്ടും വൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്, കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ SIT ആരോപിച്ചതുപോലെ ഒരു കെട്ടുകഥയല്ല, ചുമ്മാ ഊഹാപോഹങ്ങളല്ല, ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലപാതകം നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളാണോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ? ടോമെ, തീർച്ചയായും നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനം SITയുടെ അന്വേഷണം ആരംഭിച്ച് 52 ദിവസം ആയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് നടന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ SITയുടെ പരിശോധന നടക്കുന്ന സമയത്തെല്ലാം നിറഞ്ഞിരുന്ന പേരാണ് ബംഗ്ലാഗുഡെ എന്ന് പറയുന്ന സ്ഥലം. കാരണം ഇതിന് ചുറ്റും ഉള്ള സ്ഥലങ്ങളിലും അതോടൊപ്പം ബംഗ്ലാഗുഡെ അകത്തും ആയിരുന്നു ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളും പരിശോധന നടത്തിയ ഇടങ്ങളും. അതിൽ ഏറ്റവും പ്രധാനം 11A എന്ന് പറയുന്ന സ്ഥലം ഈ ബംഗ്ലാഗുഡയുടെ അകത്ത് ഉള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് ഒരു മനുഷ്യന്റെ പൂർണ്ണ അസ്ഥികൂടവും ഒപ്പം നിരവധി അസ്ഥികളും കിട്ടിയ സ്ഥലം. ഈ സ്ഥലത്ത് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ SIT സംഘം നടത്തിയ ഒരു പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടും ലഭിച്ചിരിക്കുന്നത്. അതായത് 5ഓളം മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊരു സ്ഥിരീകരണമില്ല. പക്ഷേ ഇവിടെ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നതിന് ഒരു സ്ഥിരീകരണം വരുന്നുണ്ട്. എന്തായാലും ഈ സ്ഥലത്ത്, അതായത് ഈ ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ഈ ബംഗ്ലാഗുഡയിൽ നിന്നും എടുത്തെന്നാണ് പറയപ്പെടുന്നത്. അതായത് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ വിട്ടൽ ഗൌഡ, ഇദ്ദേഹമാണ് ഈ ബംഗ്ലാഗുഡയിൽ നിന്നും ഈ ശുചീകരണ തൊഴിലാളിക്ക് ഇത്തരത്തിലുള്ള ഒരു തലയോട്ടി എടുത്തു നൽകിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിന്റെ ഭാഗമായി ഈ പ്രദേശത്തെത്തുകയും ഇവിടെ മഹസർ തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വിട്ടൽ ഗൌഡ തന്നെ ഇത്തരത്തിലൊരു സ്ഥലം ചൂണ്ടിക്കാട്ടുകയും അവിടെ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഏതായാലും നിലവിൽ ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ പോലീസ് സുരക്ഷയിലാണ്. ബംഗ്ലാഗുഡയിലെ ഈ വനത്തിനകത്തേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. അത്രത്തോളം പോലീസ് സുരക്ഷ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏത് സമയത്തും SITയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കൂടുതൽ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം, അതിന്റെ 2ാം ഘട്ട അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ വലിയ ട്വിസ്റ്റ് എന്ന് പറയേണ്ടി വരും. എന്താണ് ഈ ധർമ്മസ്ഥലയിൽ നിന്നും വരുന്ന ഓരോ വിവരങ്ങൾ, അത് വളരെ ഇനി വരുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉയരുന്നു. അപ്പോഴും SITയുടെ അന്വേഷണം അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നു. SITയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചോ, അതല്ല ഫോറൻസിക് പരിശോധന ലഭിച്ചോ, അത്തരത്തിൽ ഒരു വിവരവും SIT പങ്കുവെക്കുന്നില്ല. ഇപ്പോൾ കണ്ടെത്തിയ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നാണ്. ഇവിടെ ഇന്ന് ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്ത് കൂടുതൽ ഈ സംവിധാനങ്ങളോടുകൂടി, അതായത് RDO സാന്നിധ്യം കൂടി വേണം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തും. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ SIT നടത്തുന്നത്. ഈ പ്രദേശം മുഴുവൻ പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും അത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്നത് യൂട്യൂബറും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ മനാഫിനെ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുന്നു എന്നതാണ്. അത് ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിലാണ് മനാഫിനെ ചോദ്യം ചെയ്യുന്നത്. 11 മണിയോടുകൂടിയാണ് മനാഫ് SITയുടെ ക്യാമ്പിലെത്തിയത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണ്. അതോടൊപ്പം അഭിഷേക് എന്ന് പറയുന്ന യൂട്യൂബറും ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്തേക്കും, എന്തും സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന്. ഇത് ചോദ്യം ചെയ്യലാണോ അതോ മൊഴിയെടുപ്പാണോ നടക്കുന്നത്? മനാഫ് നേരത്തെ ഈ പരാതിക്കാരായിട്ടുള്ളവരെ അല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ കേസിൽ പ്രതികളാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അത്തരമൊരു നീക്കം ഈ മനാഫിനെതിരെ ഉണ്ടോ, അതോ മനാഫിന്റെ പക്കലുള്ള ഏതെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ശേഖരിക്കുകയാണോ SITയുടെ നീക്കം?
ടോമെ, ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അല്പസമയം മുമ്പാണ് ഇയാൾ മനാഫ് SITക്ക് മുന്നിൽ ഹാജരായത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഉടുപ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മനാഫിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു യൂട്യൂബ് വീഡിയോ വരികയും അതിന് ലൈക്ക് ചെയ്തു എന്നൊരു കുറ്റത്തിനാണ് മനാഫിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഒരു പക്ഷേ ആ കേസിൽ അറസ്റ്റ് ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഒരു വർഷം മുൻപ് നമുക്കറിയാം ഷിരൂരിൽ ഈ പോലീസുമായി വലിയ തോതിൽ ഈ മനാഫ് പല സ്ഥലങ്ങളിലും സംഘർഷമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 10 കേസുകൾ ഈ അങ്കോള പോലീസ് സ്റ്റേഷനിൽ മനാഫിനെതിരെ ഉണ്ട്. ഈ കേസിലൊന്നും മനാഫ് ഹാജരായിട്ടില്ല. ഒരു പക്ഷേ ഇത്തരം കേസുകളിൽ ഒരു പക്ഷേ തുടർ നടപടികൾക്കായി ഇവർക്ക് കൈമാറാനുള്ള ഒരു സാധ്യതയുണ്ട്. SITയുടെ ഈ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇതിൽ ഏറ്റവും പ്രധാനിയായ മഹേഷ് ഷെട്ടി തിമരോടി, അതുപോലെ തന്നെ T ജയന്ത്, ഗിരീഷ് മട്ടാവൂർ ഇവരെയൊക്കെ ചോദ്യം ചെയ്തെങ്കിലും, മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും, അതുപോലെ തന്നെ ഈ അഭിഷേകിന്റെ ദിവസങ്ങളോളം ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ഈ മനാഫ് നൽകിയ വിവരങ്ങൾ, ഈ തന്റെ യൂട്യൂബ് ചാനൽ വഴി നൽകിയ വിവരങ്ങൾ, അതിന്റെ ആധികാരികത, അതിന്റെ തെളിവുകൾ അത് കൈമാറാനാണ് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്നാലും അത് ഇനി കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ വൈകിയേക്കാം, രാത്രി വൈകിയേക്കാം, ഈ ചോദ്യം ചെയ്യൽ തുടരുന്നേക്കാം. കാരണം ഇവരെ ഒരുമിച്ചിരുത്തി, അഭിഷേകിനെയും അതുപോലെ തന്നെ മനാഫിനും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത ഒക്കെയുണ്ട്. 11 മണിയോടുകൂടി മാത്രമാണ് മനാഫ് അകത്തേക്ക് പോയത്. 1 മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി വൈകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും അറസ്റ്റിനുള്ള ഒരു സാധ്യത ഇത്തരത്തിലില്ലെങ്കിലും മനാഫിനെതിരെ ഇത്തരത്തിൽ കർണാടക പോലീസ് നിരവധി സ്ഥലങ്ങളിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ തുടർ നടപടികൾക്കായി ഏത് രീതിയിൽ മുന്നോട്ട് പോയെന്ന് എന്നത് കാത്തിരുന്ന് കാണേണ്ടിവരും. എന്തായാലും മനാഫ് പറഞ്ഞത്, രാവിലെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് തന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം SITക്ക് കൈമാറുമെന്നാണ്. അത്തരത്തിലുള്ള രേഖകളുമായാണ് SITയുടെ ചോദ്യം ചെയ്യലിന് മനാഫ് ഇപ്പോൾ ഹാജരായിട്ടുള്ളത്. മനാഫിനൊപ്പം തന്നെ അഭിഷേകും ഇത്തരത്തിൽ മണിക്കൂറുകളോളം അഭിഷേകിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയതായി കണ്ടെത്തിയ ഈ സംഭവം അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മാറി മറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കുഴഞ്ഞു മറിയുന്ന ഒരു സാഹചര്യമാണ് ധർമ്മസ്ഥലയിലുള്ളതെന്ന് പറയേണ്ടി വരും. കാരണം തുടക്കത്തിൽ വലിയ തോതിൽ പ്രതിരോധത്തിലായതാണ് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ. ഈ ശുചീകരണ തൊഴിലാളിയായ ചെന്നൈയെയും കൊണ്ട് പല സ്ഥലങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും 17 പോയിന്റിൽ പരിശോധന നടത്തിയെങ്കിലും അങ്ങനെ വലിയ തോതിലുള്ള ആരോപിക്കപ്പെട്ട രീതിയിലുള്ള 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇയാളുടെ മൊഴി. അത്തരത്തിലുള്ള വലിയ തെളിവുകളൊന്നും ശേഖരിക്കാൻ SITക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ തിരിഞ്ഞ് ഇവർക്കെതിരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ആക്ഷൻ കമ്മിറ്റി ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി ക്ഷേത്രത്തെ തകർക്കാനാണെന്ന വലിയ ഒരു വാദം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ മറികടക്കുന്ന രീതിയിൽ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ ഉള്ളത് പറയേണ്ടി വരും. ഈ ബംഗളഗുഡയിൽ നിന്നും ഇത്തരത്തിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ആരുടേതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പരിശോധന നടത്തും എന്നാണ് പറയുന്നത്. ഏതായാലും വിട്ടൽ ഗൌഡ ഇദ്ദേഹത്തെയും കൊണ്ട് തന്നെ ഇവിടെ എത്തി പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അതായത് കുറെ ആളുകളെ ഇത്തരത്തിൽ കാണാതായി എന്ന രീതിയിൽ ഒരുപാട് പരാതികളാണ് SITക്ക് മുന്നിൽ വരുന്നത്. ഇതെല്ലാം കൂടി ആധികാരികമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി SITയുടെ ഭാഗത്തുനിന്നും ഇതുവരെ, അതായത് 52 ദിവസം പിന്നിടുമ്പോഴും ഒരു കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം നേരത്തെ ലഭിച്ച മൃതദേഹാവശങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഇതിനൊരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ്. 90 ദിവസമാണ് SITക്ക് സമയമുള്ളത്. 90 ദിവസത്തിനകം ഇതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. നിലവിൽ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഇയാൾ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ 14 ദിവസത്തെ കൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് വ്യാജമായ തെളിവുകൾ ഹാജരാക്കിയെന്ന ഒരു കുറ്റം മാത്രമാണ് ഇയാൾക്കെതിരെ ഉള്ളത്. ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയില് അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. SITയുടെ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ഇതൊരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞതുപോലുള്ള വെളിപ്പെടുത്തൽ നടത്തിയതുപോലുള്ള കൂട്ടക്കൊലപാതകം നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണോ പുറത്തു വരുന്നത്? അതോ ഇനി SIT കേസിൽ ഇനി അട്ടിമറി നീക്കങ്ങൾ നടത്തുമോ? വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.